ഒരു ഗ്രാമത്തിനടുത്തുള്ള വലിയൊരു കാട്ടിൽ സഹോദരിമാരായ 3 മന്ത്രവാദിനികൾ താമസിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാം പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ആത്മാക്കളെ വലിച്ചെടുത്താണ് ഈ 3 മന്ത്രവാദിനികളും അവരുടെ സൗന്ദര്യം നിലനിർത്തുന്നത്. എന്നാൽ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതായതും ഗ്രാമത്തിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഈ 3 മന്ത്രവാദിനികളെയും തൂക്കിക്കൊന്നു. എന്നാൽ 300 വർഷങ്ങൾക്ക് ശേഷം ഒരുത്തൻ ചെയ്ത ചെറിയൊരു തെറ്റ് കാരണം ആ 3 മന്ത്രവാദിനികളും ജീവനോടെ തിരിച്ചു വന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായി കഥയിലേക്ക് കിടക്കാം. വർഷം 1693. ഒരു നദിയുടെ അടുത്തുള്ള കാട്ടിൽ നിന്നും ഒരു മന്ത്രവാദിനി പറന്നു വരുവാണ്. അതേ കാട്ടിനടുത്ത് ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന ഇവന്റെ പേരാണ് ബില്ലി. ബില്ലിയുടെ വീട്ടിലേക്കാണ് നേരത്തെ കാണിച്ച ആ മന്ത്രവാദിനി വന്നത്. മന്ത്രവാദിനിയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഈ ശബ്ദമെല്ലാം കേട്ട് ബില്ലി ഉറക്കമണിട്ട് നോക്കിയപ്പോഴിതാ അവന്റെ അനിയത്തെ അവിടെയും കാണുന്നില്ല. ആ മന്ത്രവാദിനി വശീകരിക്കുന്ന എന്തൊരു പാട്ടുപാടി അവന്റെ അനിയത്തെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. അനിയത്തെ കാണാത്തത് കൊണ്ട് തന്നെ ബില്ലി നേരെ ചെന്ന് അടുത്ത വീട്ടിലെ പയ്യനോട് ചോദിച്ചു, എന്റെ അനിയത്തി അവൾ ഇങ്ങോട്ടാണ് വന്നായിരുന്നു. അപ്പോഴാണ് അവൻ കാട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. കാടിന് നടുക്കു നിന്നും റോസ് കളറിലുള്ള ഒരു പുക കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അവന് മനസ്സിലായി അവന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയത് ആ മന്ത്രവാദിനികളാണെന്ന്. നീ വേഗം പോയി എന്റെ അച്ഛനെയും നാട്ടുകാരെല്ലാം വിവരം അറിയിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നേരെ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി. ഓടി ഓടി കാടിന് നടുക്കുള്ള ആ മന്ത്രവാദിനികളെ വീട്ടിനടുത്തെത്തി. ഈ വീട്ടിനുള്ളിൽ ശരിക്കും 3 മന്ത്രവാദിനികളുണ്ട്. സാൻഡർസൺ സിസ്റ്റേഴ്സ് എന്നാണ് ഈ മന്ത്രവാദിനികളെ എല്ലാരും വിളിക്കുന്നത്. ഈ 3 മന്ത്രവാദിനികളിൽ പച്ച കളർ ഡ്രസ് ഇട്ടേക്കുന്ന ഇവളുടെ പേരാണ് വിനിഫ്രെഡ്. ഇവളെ നമുക്ക് ചുരുക്കി വിനി എന്ന് വിളിക്കാം. ഇവളാണ് ആ 3 പേരിലും ഏറ്റവും മൂത്തത്. അത് മാത്രവുമല്ല 3 പേരിൽ ഏറ്റവും പവർഫുള്ളും ഇവളായിരുന്നു. പിന്നെ റെഡ് കളർ ഡ്രസ് ഇട്ടേക്കുന്ന ഇവളുടെ പേരാണ് മേരി. ഇവൾക്ക് സ്മെല് ചെയ്യാൻ ഭയങ്കര കഴിവാണ്. അടുത്തുള്ള 5 കിലോമീറ്ററിനുള്ളിൽ മുതിർന്നവരും കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവൾ മണത്ത് കണ്ടുപിടിക്കും. പിന്നെ ഇവളുടെ പേരാണ് സാറ. സാറയാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയത്. ഏത് കുട്ടികളെയും പാട്ടുപാടി വശീകരിച്ചോണ്ട് വരുന്നതാണ് ഇവളുടെ പവർ. ഇവളാണ് ബില്ലിയുടെ അനിയത്തിയെ പാട്ടുപാടി വശീകരിച്ചോണ്ട് വന്നത്. ബില്ലിയുടെ അനിയത്തിയെ അവര് 3 പേരും കൂടി ചേർന്ന് ഒരു ചേറിൽ കെട്ടിയിട്ടേക്കുവാണ്. ഇതെല്ലാം ബില്ലി പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് കരുതിക്കൊണ്ട് ആ വീടിന് മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറുവാണ്. ഈ സമയം വിനി ഇവിടെ ഒരു മാന്ത്രിക ബുക്കിന്റെ അടുത്തേക്ക് വന്ന് പറയുവാണ്, കുറെ നേരമായിട്ട് നീ ഉറക്കമാണല്ലോ, മതി മതി എഴുന്നേൽക്കാൻ നോക്ക്. അവളുടെ സൗണ്ട് കേട്ടതും ആ ബുക്ക് പതിയെ കണ്ണു തുറന്ന് നോക്കുവാണ്. അങ്ങനെ അവൾ ആ മാന്ത്രിക ബുക്ക് തുറന്നിട്ട് അതിൽ എഴുതിയിരുന്ന എന്തോ ഒരു സ്പെല്ല് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് 3 പേരും കൂടി ചേർന്ന് അവിടെ ഒരു മാന്ത്രിക പോർഷൻ ഉണ്ടാക്കുവാണ്. ഈ 3 മന്ത്രവാദിനികൾക്കും ഇപ്പോൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രായം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഈ പോർഷൻ കുടിപ്പിച്ച് അവരുടെ ആത്മാക്കളെ വീക്കാക്കും. എന്നിട്ട് ഇവർ 3 പേരും കൂടി ചേർന്ന് ആ കുട്ടിയുടെ ആത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇങ്ങനെ ചെയ്താൽ ഇവർ ഒരിക്കലും പ്രായമാകില്ല. ഇതിനു വേണ്ടിയാണ് ബില്ലിയുടെ അനിയത്തെ അവര് തട്ടിക്കൊണ്ടുവന്നത്. ഇതേ സമയം ബില്ലി എങ്ങനെയൊക്കെ അവരുടെ വീട്ടിന് മുകളിൽ വലിഞ്ഞു കയറി. അപ്പോഴാണ് മേരി പറയുന്നത്, ഈ മുറിയിൽ നിന്ന് എനിക്കൊരു മനുഷ്യന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ മറ്റാരോ വന്നിട്ടുണ്ട്. എന്നാൽ ഇവളി പറയുന്നതൊന്നും മറ്റു 2 പേരും മൈൻഡ് ആക്കിയതേ ഇല്ല. അങ്ങനെ പോർഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബില്ലിയുടെ അനിയത്തെ കുടിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ആരവൻ ഇവനെങ്ങനെ ഇവിടെ എത്തി? അതും പറഞ്ഞ് ആ 3 പേരും കൂടി അവനെ പിടിക്കാൻ നോക്കുവാണ്. എന്നാൽ ബില്ലി ആ പോർഷൻ മുഴുവനായും തറയിലേക്ക് എടുത്ത് ഒഴുക്കി കളഞ്ഞു. ഇത് കണ്ടതും വിനിക്കാകെ ദേഷ്യം വന്നു. അവൾ അവളുടെ പവർ ഉപയോഗിച്ച് ബില്ലിയെ അടിച്ച് ബോധം കെടുത്തി വീഴ്ത്തി. എന്നാൽ ബില്ലിയുടെ അനിയത്തെ അവരാ പോർഷൻ കുറച്ച് കുടിപ്പിച്ചത് കൊണ്ട് തന്നെ അവളുടെ ആത്മാവ് വീക്കായി പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടതും അവർക്ക് 3 പേർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്ന് ബില്ലിയുടെ അനിയത്തിയുടെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ആത്മാവിനെ വലിച്ചെടുത്തത് കൊണ്ട് തന്നെ അവരുടെ 3 പേരുടെയും പ്രായം ചെറുതായി കുറഞ്ഞു. എന്നാൽ ആത്മാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബില്ലിയുടെ അനിയത്തി അവിടെ മരിച്ചു വീണു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന ബില്ലി എഴുന്നേറ്റ് നോക്കിയപ്പോഴിതാ അവന്റെ അനിയത്തി മരിച്ചു കിടക്കുന്നു. അത് കണ്ടതും അവനാകെ ദേഷ്യം വന്നു. നിങ്ങളെ 3 പേരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് കേട്ടതും ആ മന്ത്രവാദിനികൾ അവരുടെ മാന്ത്രിക ബുക്ക് എടുത്തു. ഇവൻ ഒരിക്കലും മരിക്കാൻ പാടില്ല. ഇവന്റെ അനിയത്തിയെ ഓർത്ത് സങ്കടപ്പെട്ട് മരണമില്ലാതെ ഇവൻ ജീവിക്കണം. അതും പറഞ്ഞുകൊണ്ട് ആ ബുക്കിലുണ്ടായിരുന്ന ഒരു മന്ത്രം ചൊല്ലിയതും ബില്ലി പെട്ടെന്നൊരു പൂച്ചയായി മാറി. അപ്പോഴാണ് അവരുടെ ഡോറിൽ ആരൊക്കെ വന്ന് മുട്ടുന്നത്. കുട്ടിയെ ഇവർ തട്ടിക്കൊണ്ടു വന്നതറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഇവരെ പിടിക്കാനായി വന്നതാണ്. എന്നാൽ അവർ 3 പേര് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് അവരെ പിടിച്ച് കെട്ടിയിട്ട് തൂക്കിക്കൊല്ലാൻ പോകുവാണ്. ബില്ലിയുടെ അച്ഛൻ വന്ന് ചോദിക്കുവാണ്, എന്റെ മകളെ നിങ്ങൾ കൊന്നു. എന്റെ മകൻ അവൻ എവിടെയാണെന്നെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ? അത് കേട്ടതും വിനി പറഞ്ഞു, അവൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആർക്കും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പൂച്ചയായി മാറിയ ബില്ലി ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ 3 പേരും കൂടി ഉറക്കെ പാടാൻ തുടങ്ങി. ഇവരുടെ ഈ പാട്ട് കേൾക്കാൻ പാടില്ല, എല്ലാവരും ചെവി പൊത്തിക്കോ എന്ന് ബില്ലിയുടെ അച്ഛൻ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചെവി പൊത്തി. അപ്പോഴാണ് അവരുടെ മാന്ത്രിക ബുക്ക് താഴെ വീണ് അതിലെ പേജെല്ലാം ഓട്ടോമാറ്റിക്കായി മറിഞ്ഞ് ഏതൊരു പേജിൽ വന്ന് നിന്നു. അത്
കണ്ടതും എനിക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ഉറക്കെ പറയുവാണ്, ഇത് ഞങ്ങളുടെ മരണമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ആരംഭം. 300 വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ഹാലോവിൻ രാത്രിയിൽ കന്യകനായ ഏതെങ്കിലും ഒരു പയ്യനോ പെണ്ണോ ഞങ്ങളുടെ വീട്ടിലുള്ള കറുത്ത മെഴുകുതിരി കത്തിച്ചാൽ ഞങ്ങൾ 3 പേരും വീണ്ടും ജീവനോടെ വരും. അന്ന് ഞങ്ങൾ വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ആത്മാക്കളെ പിടിച്ചു തിന്നും. അതവർ പറഞ്ഞു കഴിഞ്ഞതും 3 പേരെയും അവർ തൂക്കിക്കൊന്നു. അങ്ങനെ 300 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഈ സംഭവിച്ച ഈ കഥയെല്ലാം ഒരു സ്കൂൾ ടീച്ചർ അവരുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുവാണ്. ഓരോ വർഷം ഹാലോവിൻഡേക്കും ഒരിക്കലും മരണമില്ലാത്ത പൂച്ചയായി മാറിയ ബില്ലി ആ മന്ത്രവാദിനികളുടെ വീട്ടിൽ പോയി കറുത്ത മെഴുകുതിരി ആരും കത്തിക്കാതിരിക്കാൻ അവൻ അവിടെ കാവലിരിപ്പുണ്ട്. ഇവരീ പറയുന്ന കഥകളെല്ലാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വിശ്വസിച്ചു. എന്നാൽ ആ ക്ലാസ്സിൽ മാക്സ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് മാക്സിന്റെ കുടുംബം ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. ടീച്ചർ പറഞ്ഞ ആ കഥയെല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞു, എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള ഇഷ്ടംപോലെ കെട്ടുകഥകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ആലീസ് എന്ന് പറയുന്ന പെൺകുട്ടി അവനോട് പറയുന്നത്, ഇതൊന്നും കെട്ടുകഥയല്ല, 300 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും സംഭവിച്ചതാ. ഈ ആലീസാണ് നമ്മുടെ സിനിമയിലെ നായിക. അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും നായകൻ അവന്റെ നമ്പർ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഹാലോവിൻ ഡേ അല്ലേ, എവിടെയെങ്കിലും വെച്ച് നീ ഒരു പ്രേതത്തിനെ കണ്ടാൽ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചേക്ക്, എനിക്കും അതൊക്കെ ഒന്ന് കാണാലോ. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് നായിക വീട്ടിലേക്ക് പോകുമ്പോഴാണ് നായകൻ സൈക്കിളിൽ വന്ന് അവളോട് മിണ്ടുന്നത്, എന്റെ പേര് മാക്സ് എന്നാണ്. ന്യൂയോർക്കിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാണ് അവൾ അവനോട് പറയുന്നത്, ശരിക്കും നിനക്ക് ഈ പ്രേതകഥകളിലൊന്നും തീരെ വിശ്വാസമില്ല അല്ലേ? എന്താ നീ ഉദ്ദേശിക്കുന്നേ? നേരത്തെ ടീച്ചർ പറഞ്ഞ ആ സാൻഡർസൺ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കഥയാണോ? കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ, അതൊക്കെ വെറും കെട്ടുകഥയാണ്. എന്നാൽ ഇത് കേട്ട് നായിക പറഞ്ഞു, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് അതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാൽ ഒട്ടും ശരിയാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്ത ഫോൺ നമ്പർ അവന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോയി. സത്യത്തിൽ നായകന് ഈ നാട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്കൂളിൽ വന്നിട്ട് ഇതുവരെ അവനൊരു ഫ്രണ്ടിനെ പോലും കിട്ടിയില്ല. അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട അവൻ വീട്ടിലേക്ക് പോകുവാണ്. ഒരു സെമിത്തേരി ക്രോസ് ചെയ്താലാണ് ഇവന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സെമിത്തേരിയിൽ 2 കുരുത്തം കെട്ട പിള്ളേരുണ്ടായിരുന്നു. നായകനെ കണ്ടതും ആ പിള്ളേരും ഒന്ന് ചോദിച്ചു, ആരാ നീ? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ കാലിൽ കിടക്കുന്ന ഈ ഷൂ കൊള്ളാം, അതിന് തന്നേക്കെന്നും പറഞ്ഞ് ആ 2 പിള്ളേരും കൂടി അവന്റെ ഷൂ ഊരിയെടുത്തു. ഷൂ പോയ സങ്കടത്തിൽ നായകൻ നേരെ വീട്ടിലേക്ക് എത്തി. അവന്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. എനിക്ക് സ്കൂള് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് അവൻ നേരെ അവന്റെ മുറിയിലെത്തി ബെഡിൽ കിടന്നു. ആലീസൺ, നിന്നെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ അവൻ ഒറ്റയ്ക്ക് ബെഡിൽ കിടന്ന് നായികയെ സ്വപ്നം കാണുവാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ മുറിയിലെ കബോർഡിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടി ഇറങ്ങി വരുന്നത്. ഇവളുടെ പേര് ഡാനി എന്നാണ്. ഇവൾ നായകന്റെ അനിയത്തിയാണ്. ആലീസനോ? ആരാ അവള്? നിന്റെ പുതിയ ലൈനാണോ എന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കാൻ തുടങ്ങി. അത് കേട്ടത് നായകൻ പറഞ്ഞു, അതൊന്നും നീ അറിയണ്ട. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുറിയിൽ കയറരുതെന്ന്. എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല അല്ലേ? എന്നാൽ അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ബെഡിൽ കിടന്ന് തുള്ളിച്ചാടുവാണ്. ഇന്ന് രാത്രി നമ്മുടെ അച്ഛനും അമ്മയും ഒരു ഹാലോവിൻ പാർട്ടിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നീ വേണം എന്നെ ട്രിക്ക് ആൻഡ് ട്രീറ്റിൽ കൊണ്ടുപോകാൻ. എന്ത് ട്രിക്ക് ആൻഡ് ട്രീറ്റോ? എനിക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമില്ല. നിനക്ക് പോകണമെങ്കിൽ നീ തനിയെ പോ, ഇല്ലെങ്കിൽ നീ പോകണ്ട. വെറുതെ എന്നെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട. എന്നാൽ ഇത് കേട്ട ഡാനി നായകന്റെ മടിയിലിരുന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ നാടൊന്നും അത്ര പരിചയമില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഡാനി അവനെ സോപ്പിടുവാണ്. ഇത് കേട്ട നായകന് മനസ്സലിവ് തോന്നി അവൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വൈകുന്നേരമായതും അവരുടെ അച്ഛനും അമ്മയും പാർട്ടിക്ക് പോയി. അതുകൊണ്ട് തന്നെ ഡാനി നായകനെ വിളിച്ചുകൊണ്ട് ട്രിക്ക് ആൻഡ് ട്രീറ്റിന് പോയി. ഓരോ വീട്ടിലും കയറി ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അവർ തിരിച്ചു വരും. എന്നാൽ ഡാനി ഓരോ വീട്ടിൽ കയറിയിട്ട് വരുമ്പോഴും നായകൻ പറയുന്നത് ഒറ്റ ഡയലോഗ് മാത്രമാണ്, ബാ മതി മതി വീട്ടിൽ പോകാമെന്ന്. എന്നാൽ ഡാനി അവനെ ഫോഴ്സ് ചെയ്ത് ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ ഒരു വീട്ടിൽ കയറിയിട്ട് വരുമ്പോഴാണ് നേരത്തെ നായകന്റെ ഷൂ അടിച്ചുകൊണ്ടുപോയ 2 പിള്ളേരില്ലേ അവരവരുടെ ഫ്രണ്ട്സുമായി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവർ നേരെ ഡാനിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഈ ചോക്ലേറ്റ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് വേഗം വിട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഡാനി മിണ്ടാതെ നിന്നില്ല. അവൾ അവരോട് പറഞ്ഞു, ഞാൻ വന്നേക്കുന്നത് എന്റെ ചേട്ടന്റെ കൂടെയാ. എന്റെ ചേട്ടനെ നിങ്ങൾക്ക് അറിയില്ല, അവന് കരാട്ടയൊക്കെ അറിയാം. ഇത് കേട്ടതും ആ പിള്ളേരെല്ലാം കൂടി നായകനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആര് ഈ മണ്ടനോ? ഇവനൊക്കെ ഞങ്ങളെ എന്ത് ചെയ്യാനാ? എന്നിട്ട് അതിലെടുത്താണ് നേരെ നായകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ഷൂ ഇല്ലേ, അതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. നീ വേറെ ഷൂ ഉണ്ടെങ്കിൽ പറ കേട്ടോ, ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഇതെല്ലാം കേട്ട നായകൻ നാണം കെട്ട് അവിടുന്ന് നടന്നുപോയി. അപ്പോഴാണ് ഡാനി അവനോട് പറയുന്നത്, അവന്മാർ അത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ അവന്മാരെ അടിക്കാഞ്ഞത്? ഞാൻ അവന്മാരെ അടിക്കാനോ? അവന്മാർ എത്ര പേരുണ്ടെന്ന് നീ കണ്ടതല്ലേ? അതിലൊരുത്തരെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവന്മാരും കൂടി ചേർന്ന് എന്നെ തല്ലിക്കൊല്ലും. ഇത് കേട്ടതും ഡാനി പറഞ്ഞു, ഒരു മണ്ടനായി ജീവിക്കുന്നതിൽ നല്ലത് ധീരനായി മരിക്കുന്നതാ. അതും കൂടി കേട്ടതും നായകന് ആകെ ദേഷ്യം വന്നു. ഞാനിവിടെ നാണം കെട്ടത് നീ കാരണമാ. വെറുതെ വീട്ടിലിരുന്ന എന്നെ നീയല്ലേ ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നത്. ഇത് കേട്ടതും ഡാനിക്കാകെ സങ്കടം വന്നു. ഒരു വീടിന് മുന്നിൽ കിടന്ന പുല്ലിലേക്ക് വന്നു കിടന്ന് അവൾ പൊട്ടി കരയാൻ തുടങ്ങി. എന്നാൽ അവൾ കരയുന്നത് കണ്ടപ്പോൾ നായകന് സങ്കടം വന്നു.
അവൻ നേരെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, സോറി, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീയല്ല എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം ഈ നാടാണ്. എന്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി മുഖത്ത് ഓരോ എക്സ്പ്രഷൻ ഇട്ടു. എന്നാൽ ഇത് കണ്ടതും ഡാനി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആഹാ, നിന്റെ സങ്കടമൊക്കെ മാറിയല്ലോ, നമുക്കിനി ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാമെന്നും പറഞ്ഞ് അവളെ അവൻ വീണ്ടും അവിടുന്ന് വിളിച്ചോണ്ട് പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോഴാണ് വലിയൊരു പണക്കാരുടെ വീട് കാണുന്നത്. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി നോക്കിയപ്പോഴിതാ വലിയ വിലവെടുപ്പുള്ള ഒരുപാട് ചോക്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഡാനി നായകനും കൂടി ഒന്നും ചിന്തിക്കാതെ അതെല്ലാം വലിച്ചു വാരി എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുകളിൽ നിന്ന് നായിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ വെച്ച് നായികയെ കണ്ടതും നായകൻ ഒന്ന് ഷോക്കായി. ആലീസൺ, നിന്റെ വീടായിരുന്നു ഇത്, ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഇത് കേട്ടതും ഡാനി പറയുവാണ്, ഓ, അപ്പോൾ നിങ്ങളുടെ പേരാണല്ലേ ആലീസൺ. ഇന്നലെ അവൻ സ്കൂളിൽ നിന്ന് വന്നത് മുതൽ ആലീസൺ ആലീസൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എന്റെ ചേട്ടന് നിങ്ങളെ ഒരുപാടങ്ങ് ഇഷ്ടമായി. അതോടെ നായകൻ നായികയുടെ മുമ്പിൽ ആകെ നാണം കെട്ടു. എന്നാൽ ഇതെല്ലാം കേട്ട് നായിക പറയുവാണ്, എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടമായത് നിന്റെ അനിയത്തിയെ. ഇവളുടെ ഈ സംസാരമൊക്കെ കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഡാനി പറയുന്നത്, ഇന്ന് നമ്മുടെ സ്കൂളിൽ സാൻഡർസൺ സിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ, ശരിക്കും അതൊക്കെ സത്യമാണോ? നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് നായിക പറഞ്ഞു, സാൻഡർസൺ സിസ്റ്റേഴ്സിനെ പറ്റിയുള്ള ആ കഥകളെല്ലാം ശരിക്കും സത്യമാണ്. അവർ താമസിച്ചിരുന്ന അവരുടെ വീട് ഇവിടെ അടുത്താണുള്ളത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആരും ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അത് കേട്ടതും നായകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ശരിക്കും ആ കഥയൊക്കെ സത്യമാണോ അല്ലയോ എന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇത് കേട്ട് നായിക പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി എന്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അതും പറഞ്ഞ് നായിക മുകളിലേക്ക് പോയപ്പോഴാണ് ഡാനി നായകനോട് പറയുന്നത്, എടാ, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ വല്ല സിനിമയ്ക്കും കൊണ്ടുപോടാ. സ്നേഹിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും പ്രേത വീട്ടിൽ കൊണ്ടുപോകൂ. ഇതെല്ലാം കേട്ട നായകൻ തൊഴുതുകൊണ്ട് അവളോട് പറഞ്ഞു, അവൾ എന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു തന്നെ വലിയ കാര്യമാ. നീ വായടച്ചൊന്ന് മിണ്ടാതിരുന്നാ മതി. വെറുതെ എന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത്. അത് കേട്ടതും ഡാനി പറഞ്ഞു, നീ പേടിക്കേണ്ട, ഇനി ഞാൻ ഒന്നും കൊളവാക്കില്ല. അങ്ങനെ 3 പേരും കൂടി ചേർന്ന് ആ സാൻഡർസൺ സിസ്റ്റേഴ്സിന്റെ വീട് നോക്കി പോകുവാണ്. അവിടെ ചെന്നപ്പോഴാ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നു. 3 പേരും കൂടി പൂട്ടൊക്കെ തല്ലി പൊട്ടിച്ച് നേരെ അവരുടെ വീട്ടിനകത്തേക്ക് കയറി. എന്നിട്ട് അവരാ വീട് മുഴുവൻ ചുറ്റി കാണാൻ തുടങ്ങി. ആ മന്ത്രവാദിനികളുടെ മാന്ത്രിക പോർഷൻ ഉണ്ടാക്കുന്ന പാത്രവും പിന്നെ അവരുടെ മാന്ത്രിക ബുക്കുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച വന്ന് ജനലിലൂടെ ഇവരെ 3 പേരെ നോക്കുന്നത്. ആ പൂച്ച മറ്റാരുമല്ല, 300 വർഷങ്ങൾക്ക് മുമ്പ് ആ മന്ത്രവാദിനികൾ പൂച്ചയാക്കി മാറ്റിയ ബില്ലി ആയിരുന്നു. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർ അവിടെ ഒരു മെഴുകുതിരി കാണുന്നത്. അത് കണ്ടതും നായിക പറയുവാണ്, അവരുടെ കഥയിൽ പറഞ്ഞിട്ടുള്ള കറുത്ത ദീപമെരിയുന്ന ഒരു മെഴുകുതിരിയാണത്. കന്യകനായ ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ ഈ മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ ആ 3 മന്ത്രവാദിനികളും ജീവനോടെ തിരിച്ചു വരുമെന്ന അവരുടെ കഥയിൽ പറയുന്നത്. ഇത് കേട്ടത് നായകൻ പറഞ്ഞു, അപ്പോൾ ഈ മെഴുകുതിരി കത്തിച്ചാല് അവര് തിരിച്ചു വരുമല്ലേ? എന്നാൽ അതൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ടവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് എടുത്ത് അത് കത്തിക്കാൻ പോകുവാണ്. അപ്പോഴാണ് പൂച്ചയായി മാറിയ ബില്ലി അവന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നത്. ഇത് കണ്ടതും അവരെല്ലാവരും ആകെ പേടിച്ചുപോയി. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് വെറും ഒരു പൂച്ചയല്ലേ, എന്തായാലും ഞാനിത് കത്തിക്കാൻ പോകുക. എന്നാൽ ഇത് കണ്ട നായികയും ഡാനിയും കൂടി അവനെ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ ആ മെഴുകുതിരി കത്തിച്ചു. ആ മെഴുകുതിരിയിലുണ്ടായിരുന്ന തീ കറുത്ത കളറിൽ എരിയാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വീട് മൊത്തത്തിൽ കുലുങ്ങാൻ തുടങ്ങുന്നത്. ഇതെല്ലാം കണ്ട നായികയും ഡാനിയും ആകെ പേടിച്ചു നിൽക്കുവാണ്. നായകന് ഇതിൽ നിന്ന് വിശ്വാസം ഇല്ലെങ്കിൽ കൂടിയും അവനിപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് ആ വീട്ടിലുണ്ടായിരുന്ന മെഴുകുതിരി എല്ലാം തനിയെ കത്തുന്നത്. അത് മാത്രവുമല്ല, വീടിന്റെ മെയിൻ ഡോർ തള്ളി തുറന്നുകൊണ്ട് ആ 3 മന്ത്രവാദിനികളും അകത്തേക്ക് കയറി വന്നു. അതായത് നായകൻ ആ മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് മരിച്ചുപോയ അവർ 3 പേർക്കും ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ ഇവരെ കണ്ടതുകൊണ്ട് തന്നെ നായകനും നായികയും ഡാനിയും കൂടി ആരും കാണാതെ ഒരിടത്ത് ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ 300 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇനി നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമാണ്. എന്നിട്ട് അവർ നേരെ ആ മെഴുകുതിരിയുടെ അടുത്തേക്ക് പോയി. എന്നാലും ആരായിരിക്കും ഈ മെഴുകുതിരി കത്തിച്ച് നമ്മളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്? അപ്പോഴാണ് മേരി പറയുന്നത്, എനിക്ക് ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അവൾക്കൊരു ഏകദേശം 8 വയസ്സ് കാണും. അവൾ ഇവിടെ അടുത്ത് എവിടെയുണ്ടെന്നും പറഞ്ഞ് മണം പിടിച്ചുപോയി ഡാനിയെ കണ്ടുപിടിച്ചു. എന്നാൽ ഡാനി ധൈര്യം സംഭരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരെയും തിരിച്ചു കൊണ്ടുവന്നത് ഞാനാണ്, അതുകൊണ്ടിനി നിങ്ങൾ 3 പേരും എന്റെ അടിമയാണ്. കേട്ട് വിനി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, എന്റെ അടിമയായിരിക്കാൻ ഞങ്ങൾ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല. 300 വർഷമായി ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്ന് ഉറപ്പായും നിന്നെ ഞങ്ങൾ പുഴുങ്ങി തിന്നും. അതും പറഞ്ഞ് 3 പേരും കൂടി ഡാനിയെ പിടിച്ചുകൊണ്ടുപോയി ആ വലിയ പാത്രത്തിൽ കൊണ്ടിട്ട് പുഴുങ്ങി തിന്നാൻ പോകുവാണ്. പെട്ടെന്നാണ് നായകൻ എഴുന്നേറ്റ് വന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട വിനി അവളുടെ പവർ ഉപയോഗിച്ച് അവനെ അടിച്ച് താഴെ ഇട്ടു. ഇതേ സമയം നായിക അവിടെ ഇരുന്നൊരു പാൻ എടുത്ത് മേരിയെ അടിച്ച് താഴെ വീഴ്ത്തി. മറ്റു സമയത്താണ് ബില്ലി അങ്ങോട്ടേക്ക് ചാടി വീണ് വിനിയുടെ കഴുത്തിൽ കടിക്കുന്നത്. എന്നിട്ട് ബില്ലി നേരെ തറയിൽ ബോധം കെട്ട് കിടന്ന നായകന്റെ ദേഹത്ത് കയറി നിന്നിട്ട് പറഞ്ഞു, ദേ അവിടെ ഇരിക്കുന്ന ആ മാന്ത്രിക ബുക്ക് കണ്ടോ? അതും എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും. എന്നാൽ ഒരു പൂച്ച സംസാരിക്കുന്നത് കണ്ടതും നായകൻ ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്നാൽ ബില്ലി നായകന്റെ മോന്തക്കെട്ടൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? പെട്ടെന്ന് ആ മാന്ത്രിക ബുക്കും എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ നായകൻ ആ മാന്ത്രിക ബുക്കും എടുത്ത്
നായികയെ ഡാനിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടുപോയി. ഇതേസമയം നായകൻ ബില്ലിയെ ഫോളോ ചെയ്ത് ഒരു സെമിത്തേരിയിലേക്ക് എത്തി. എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നായകൻ ബില്ലിയോട് ചോദിച്ചു. ഈ സെമിത്തേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മന്ത്രവാദിനികൾക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം ഇതിനകത്തേക്ക് കയറിയാൽ അവർ വെറും ഒരു പ്രതിമയായി മാറും. എന്നാൽ ബില്ലി സംസാരിക്കുന്നത് കേട്ടതും നായികയും ഡാനിയും ആകെ ഷോക്കായി നിൽക്കുവാണ്. അത് കണ്ട് നായകൻ പറഞ്ഞു, ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ ആ കഥയിലെ ശാപം കിട്ടിയ പൂച്ചയാണ്. അതിനർത്ഥം ആ സാൻഡർസൺ സിസ്റ്റേഴ്സിന്റെ കഥയിൽ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അങ്ങനെ ബില്ലി 3 പേരെയും സെമിത്തേരിക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ദേ ഈ കല്ലറ കണ്ടോ? ഇത് ആ 3 മന്ത്രവാദിനികളിൽ വിനിഫ്രെഡ് എന്ന് പറയുന്നവളുടെ കാമുകന്റെ ശവക്കല്ലറയാണ്. അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇവരുടെ ഈ ബന്ധം വിനിഫ്രെഡിന്റെ സിസ്റ്ററായ സാറയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൾ പോയിസൺ കൊടുത്ത് അവളുടെ കാമുകനെ കൊന്നു. പ്രേതമായിട്ട് വന്നാൽ പോലും ഇവനെ രഹസ്യം ആരോടും പറയാതിരിക്കാൻ അവന്റെ വാ സൂചി നൂലും വെച്ച് തച്ചതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്. എന്നിട്ട് അവൻ പൂച്ചയായി മാറി കഥകളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു. എങ്ങനെയെങ്കിലും എനിക്ക് മരിക്കണം, എങ്കിലേ എനിക്ക് എന്റെ ഫാമിലിയെ കാണാൻ പറ്റൂ. ഒരുപാട് തവണ ഞാൻ മരിക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് മരിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു ശാപമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോഴാണ് നായിക ആ മാന്ത്രിക ബുക്ക് എടുത്ത് തുറന്നു നോക്കുന്നത്. അത് കണ്ടതും ബില്ലി പറഞ്ഞു, ഒരിക്കലും നീ അത് തുറക്കാൻ പാടില്ല. ആ ബുക്ക് വളരെ അപകടം പിടിച്ചതാണ്. അത് കേട്ടതും നായകൻ പറഞ്ഞു, ഈ ബുക്ക് ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ തന്നെ അതും കത്തിച്ച് കളഞ്ഞേക്കാമെന്നും പറഞ്ഞു അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്ത് ആ ബുക്ക് കത്തിക്കാൻ നോക്കുവാണ്. എന്നാൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടും ആ ബുക്കിന് തീ പിടിക്കുന്നില്ല. അത് കണ്ട ബില്ലി അവനോട് പറഞ്ഞു, ആ ബുക്കിന് ചുറ്റും ഡാർക്ക് മാജിക് ഉണ്ട്. അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്താലും ആ ബുക്കിന് ഒന്നും സംഭവിക്കില്ല. ഇതേസമയം ആ മന്ത്രവാദിനികൾക്ക് ഇപ്പോഴാണ് ബോധം തിരിച്ചു കിട്ടിയത്. 3 പേരും പുറത്തേക്ക് വന്ന് പറയുവാണ്, നമ്മൾക്ക് ഇന്നൊരു ദിവസം മാത്രമേ ആയുസുള്ളൂ. നാളെ നേരം വെളുത്ത് സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് തട്ടിയാൽ നമ്മൾ കത്തിക്കരിഞ്ഞ ചാമ്പലായി മാറും. ഇനി ഇത് തടയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരുപാട് കുട്ടികളെ പിടിച്ചോണ്ട് വന്ന് അവരുടെ ആത്മാക്കളെല്ലാം നമ്മൾ വലിച്ചെടുക്കണം. അതിനാദ്യം ആ പിള്ളേരെടുത്തോണ്ട് പോയ നമ്മുടെ മാന്ത്രിക ബുക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഇതേസമയം നായകനും അവന്റെ ടീമും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാ ആ 3 മന്ത്രവാദിനികളും പറക്കുന്ന ചൂലിൽ അവരുടെ അടുത്തേക്ക് പറന്നു വരുന്നു. അതിലാ വിനിഫ്രെഡ് ബുക്കിനെ ഉറക്ക വിളിച്ചതും ബുക്ക് അവളുടെ അടുത്തേക്ക് പറന്നു പോകുവാണ്. ഇത് കണ്ട നായകൻ പെട്ടെന്ന് ആ ബുക്ക് പിടിച്ചു വാങ്ങി അവിടുന്ന് ഓടാൻ തുടങ്ങി. ആ മന്ത്രവാദിനികൾക്ക് അവിടെ കാലുകുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ മാന്ത്രിക ചൂലിൽ പറന്നു വന്ന് അവരെ 3 പേരെയും ആക്രമിക്കാൻ നോക്കുവാണ്. അപ്പോഴാണ് ആ വിനിഫ്രെഡ് പെട്ടെന്നൊരു മന്ത്രം ചൊല്ലുന്നത്. അപ്പോഴാണ് ആ ശവക്കല്ലറയിൽ നിന്നും ഒരു ശവം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ ശവം മറ്റാരുമല്ല, നേരത്തെ ബില്ലി പറഞ്ഞ കഥയിലെ വിനിഫ്രെഡിന്റെ പഴയ കാമുകനായിരുന്നു. എന്നിട്ട് വിനി ആ ശവത്തിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ പിള്ളേരുടെ കയ്യിൽ നിന്നും എന്റെ മാന്ത്രിക ബുക്ക് എടുത്തോണ്ട് വാ. അത് കേട്ടതും ആ ശവം നായകന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ പോകുവാണ്. എന്നാൽ ഇത് കണ്ട നായകൻ അവിടെ കിടന്ന ഒരു തടിയെടുത്ത് ശവത്തിന്റെ തലയിൽ അടിച്ചത് അതിന്റെ തല ദൂരേക്ക് തെറിച്ചു വീണു. ആ ഒരു സമയം നോക്കി നായകനും ടീമും കൂടി അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു സബ്വേക്കകത്തൂടി രക്ഷപ്പെട്ടുപോയി. ഇതേ സമയം ആ ശവം ഊരിപ്പോയ തല കണ്ടുപിടിച്ച് ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും നായകനെ നോക്കി പോകുവാണ്. ഇതേ സമയം ആ 3 മന്ത്രവാദിനികളും കൂടി നായകന്റെ ടീമിനെ നോക്കി എത്തിയത് ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു. പെട്ടെന്നാണ് ഒരു ബസ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ബസ് ഡ്രൈവർ ഇവരിട്ടേക്കുന്ന ഡ്രസ്സ് ഹാലോവിൻ കോസ്റ്റ്യൂം ആണെന്ന് കരുതി അവരോട് ചോദിച്ചു, 3 പേരും കൂടെ ഇത് എങ്ങോട്ട് പോകുക? ഒരുപാട് കുട്ടികളുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ എത്തിക്ക്. അതും പറഞ്ഞ് 3 പേരും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഇതേ സമയം സബ്വേക്കകത്ത് പോയ നായകനും ടീമും റോഡിലുണ്ടായിരുന്ന ഒരു ടണൽ വഴി പുറത്തേക്ക് വരുവാണ്. പെട്ടെന്നാണ് ഒരു കാറ് വന്ന് ബില്ലി ഇടിച്ചിട്ട് ബില്ലിയുടെ ദേഹത്തോടി കയറി പോകുന്നത്. അത് കണ്ടതും എല്ലാവർക്കും ആകെ സങ്കടമായി. എന്നാൽ ഡാനിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരയുവാണ്. എന്നാൽ സത്യത്തിൽ ബില്ലിക്ക് ഒന്നും സംഭവിച്ചില്ല. ബലൂണിൽ കാറ്റടിക്കുന്നത് പോലെ അവന്റെ ശരീരം വീണ്ടും പഴയ പോലെയായി. ഇത് കണ്ടതും അവർ 3 പേരും ആകെ ഷോക്കായി. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് ഒരിക്കലും മരണമില്ലെന്ന്. ഇതേ സമയം 3 പേരും കൂടി ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് മേരി അവരോട് പറയുന്നത്, വണ്ടി നിർത്ത്, ഇവിടെ അടുത്തവിടെ കുട്ടികളുണ്ട്, എനിക്ക് അവരുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അങ്ങനെ 3 പേര് ബസ് ഇറങ്ങി നോക്കിയപ്പോഴാ ഒരുപാട് കുട്ടികൾ ഹാലോവിൻ ഡ്രസ്സൊക്കെ ഇട്ട് അതുവഴി പോകുന്നു. എന്നാൽ 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹാലോവിന്റെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടികളൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് അവർ 3 പേരും വിചാരിച്ചത് ഇതെല്ലാം കുട്ടി സാത്താന്മാരാണെന്നാണ്. നീയല്ലടി പറഞ്ഞത് ഇവിടെ കുട്ടികളുണ്ടെന്ന്, എന്നിട്ട് ഇവിടെ ഒറ്റ കുട്ടികളെ പോലും കാണുന്നില്ലല്ലോ. അത് കേട്ടത് മേരി പറഞ്ഞു, ഇല്ല എനിക്ക് ഉറപ്പാ, ഒരുപാട് കുട്ടികളുടെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴിത് അവിടെ ഒരു ഡെവിലിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് എന്തോ പ്രോഗ്രാം നടത്തുവാണ്. അവനെ കണ്ടത് 3 മന്ത്രവാദിനികളും പറയുവാണ്, ദേ നോക്കി നമ്മുടെ തലൈവൻ അവിടെ നിൽക്കുന്നു, വേഗം നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവര് പറന്നു വന്ന ആ ചൂല് അവിടെ തന്നെ വെച്ചിട്ട് നേരെ ആ സാത്താന്റെ കോസ്റ്റ്യൂം ഇട്ട അയാളുടെ അടുത്തേക്ക് പോയി. തലൈവരെ നിങ്ങൾക്ക് വണക്കം, എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട്, നിങ്ങൾക്ക് സുഖമല്ലേ? എന്നാൽ അവനും ഇവർ ഇട്ടേക്കുന്നത് ഹാലോവിൻ കോസ്റ്റ്യൂം ആണെന്ന് കരുതി അവരോട് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് സാൻഡർസൺ സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ടല്ലോ. അതെ ഞങ്ങൾ സാൻഡർസൺ സിസ്റ്റേഴ്സ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്നാൽ ഇവർ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ
ഇതേ സമയത്താണ് പുറത്തൂടെ പോയ കുറച്ച് കുട്ടികൾ ഇവർ മൂന്നുപേരും പറന്നു വന്ന മാന്ത്രിക ചൂല് അവിടുന്ന് എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും ആ മന്ത്രവാദിനികൾ പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴുതാ അവരുടെ മാന്ത്രിക ചൂല് അവിടെയും കാണുന്നില്ല. നമ്മുടെ ചൂല് എവിടെ പോയി? ആ കുട്ടി സാത്താന്മാരായിരിക്കും നമ്മുടെ ചൂല് എടുത്തോണ്ട് പോയത്. അത്രയും പറഞ്ഞ് അവർ മൂന്നുപേരും അവിടുന്ന് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതുവഴി പോയൊരു പയ്യൻ അവന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് മാറ്റുന്നത്. അത് കണ്ടതും വിനിഫ്രെഡ് പറഞ്ഞു, നമ്മൾ വിചാരിച്ചതുപോലെ ഇവരൊന്നും കുട്ടി സാത്താന്മാരല്ല, ഇവരെല്ലാം നമ്മൾ തേടി വന്ന കൊച്ചു കുട്ടികളാണ്. 300 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാലോവീനൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതേ സമയം നായകനും ടീമും ഏതോ ഒരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. സത്യത്തിൽ അവിടെയായിരുന്നു അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത്. എന്നിട്ട് നായകനും ഡാനിയും കൂടി നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഈ സിറ്റിയിലുള്ള എല്ലാ കുട്ടികൾക്കും വലിയൊരു അപകടം സംഭവിക്കാൻ പോകുക. എന്നാൽ ഇവരീ പറഞ്ഞതൊന്നും നായകന്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചതേ ഇല്ല. അപ്പോഴാണ് ആ 3 മന്ത്രവാദിനികളും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട നായകൻ ഓടി സ്റ്റേജിലേക്ക് കയറി മൈക്കെടുത്ത് എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കെല്ലാം വലിയൊരു അപകടം സംഭവിക്കാൻ പോകുക. അത് കേട്ടതും അവിടെയുള്ളവർ ചോദിച്ചു, എന്താ നീ ഉദ്ദേശിക്കുന്നത്? കാര്യം തെളിയിച്ചു പറ. ഞാൻ ഇന്ന് ആ സാൻഡർസൺ സിസ്റ്റേഴ്സിന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ മെഴുകുതിരി കത്തിച്ചപ്പോൾ മരിച്ചുപോയ 3 മന്ത്രവാദിനികളും ജീവനോടെ തിരിച്ചു വന്നു. അവരാണ് ദേ നിൽക്കുന്നതെന്നും പറഞ്ഞ് നായകൻ ആ 3 മന്ത്രവാദിനികളെയും കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. എന്നാൽ ഇത് കേട്ടതും വിനിഫ്രെഡിന് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നല്ലോണം അറിയാമായിരുന്നു. ഈ ചെക്കൻ എന്തൊക്കെ നുണയായി പറയുന്നത്? ഞങ്ങളെ ഇട്ടിരിക്കുന്നത് ഹാലോവീൻ കോസ്റ്റ്യൂമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇവളുടെ പാട്ട് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വിനിയുടെ ബോയ് ഫ്രണ്ട് ആ ശവം അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടതും നായകനും ടീമും അവിടുന്ന് രക്ഷപ്പെട്ടു ഓടുവാണ്. അപ്പോഴേക്കും ആ 3 മന്ത്രവാദിനികളും കൂടി സ്റ്റേജിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവർക്കും ഞാനൊരു ശാപം കൊടുക്കുവാണ്. ഇവരാരും ഇനി ഡാൻസ് നിർത്താൻ പാടില്ല. മരിക്കുന്നതുവരെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവളുടെ ശാപം കിട്ടിക്കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിർത്താതെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം നായകനും ടീമും ആ ശവത്തിനെ പേടിച്ച് ഏതോ ഒരു ഹോട്ടലിലെ കിച്ചണിൽ ഒളിച്ചിരിക്കുവാണ്. ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ഓവൻ കണ്ടപ്പോഴാണ് നായകന് ഒരു ഐഡിയ തോന്നുന്നത്. 3 പേരും കൂടി നേരെ അവരുടെ സ്കൂളിലേക്ക് പോയി. ഇതേ സമയം മന്ത്രവാദിനികൾ 3 പേരും ഇവരെ തിരക്കി റോഡിലൂടെ വരുമ്പോഴാണ് സ്കൂളിനകത്ത് നിന്ന് ഇവരുടെ സൗണ്ട് കേൾക്കുന്നത്. 3 പേരും കൂടി സ്കൂളിനകത്ത് കയറി സൗണ്ട് കേട്ട ആ മുറിയിലേക്ക് ഒന്ന് നോക്കിയപ്പോഴത് അവിടെ ഒരു ടേപ്പ് റെക്കോർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇത്ര നേരം ഇവർ സൗണ്ട് കേട്ടത്. ഇതെന്തോ ഒരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കി അവരാ മുറിയിൽ നിന്ന് ഇറങ്ങാനായി വരുമ്പോഴാണ് നായകൻ പെട്ടെന്ന് വന്ന് ആ മുറി പുറത്തുനിന്ന് പൂട്ടുന്നത്. സത്യത്തിൽ അതൊരു മുറിയല്ലായിരുന്നു, ബുക്കും പേപ്പറും ഒക്കെ കത്തിച്ചു കളയുന്ന ഒരു മെഷീനായിരുന്നു. 3 പേരെയും അതിനകത്ത് അടച്ചിട്ട് നായകൻ ആ മെഷീൻ ഓൺ ചെയ്തു. അതോടെ ആ മെഷീനകത്ത് ഫുൾ തീ കത്താൻ തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ 3 പേരും അകത്ത് കിടന്ന് നിലവിളിക്കുവാണ്. അങ്ങനെ തീ പിടിച്ച് അവർ 3 പേരും മരിച്ച് ഒരു പച്ച കളർ പുകയായി മാറി അവർ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ഇത് കണ്ടതും നായകനും ടീമിനും ഭയങ്കര സന്തോഷമായി. നമ്മൾ ആ സാൻഡർസൺ സിസ്റ്റേഴ്സിനെ കൊന്നെന്നും പറഞ്ഞ് 3 പേരും റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുവാണ്. അപ്പോഴാണ് ബില്ലി അങ്ങോട്ടേക്ക് ഒന്ന് പറയുന്നത്, 300 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം നീ വളരെ ഈസി ആയിട്ട് ചെയ്ത് നിന്റെ അനിയത്തെ രക്ഷിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞെന്ന് കരുതി 4 പേര് സന്തോഷത്തോടെ നേരെ നായകന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എല്ലാവരും കൂടി ഒരു മുറിയിൽ കിടന്നുറങ്ങി. ഇതേ സമയം ഇവിടെ സ്കൂളിൽ നേരത്തെ ആകാശത്തേക്ക് പറന്നുപോയ ആ പച്ച കളർ പുക വീണ്ടും തിരിച്ച് ആ മുറിയിലേക്ക് വന്നതും 3 പേർക്കും അവരുടെ ജീവൻ തിരിച്ചു കിട്ടി. അതായത് രാവിലെ നേരം വെളുക്കുന്നത് വരെ ഇവരെ കൊല്ലാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് നേരത്തെ നായകനെ ശല്യം ചെയ്ത ആ കുരുത്തം കെട്ട പിള്ളേരില്ലേ, ആ പിള്ളേരവിടെ നിന്നുകൊണ്ട് ഇവരെ നോക്കി പറയുന്നത്, ഈ കിളവികളൊക്കെ ആരാടാ സ്കൂളിലേക്ക് കയറ്റി വിട്ടത്? കിളവിയോ? ഞങ്ങളെ ആരോടെ കിളവിന്ന് വിളിച്ച്? അതും പറഞ്ഞ് അവർ 3 പേരും കൂടി ആ 2 ചെക്കന്മാരെയും പിടിച്ച് ഒരു കൂട്ടിലടച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. നേരം വെളുക്കാൻ ഇനി അധിക സമയം ബാക്കിയില്ല. എത്രയും പെട്ടെന്ന് കുറച്ച് കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരണം. പക്ഷേ ബുക്കില്ലാതെ നമുക്ക് പോർഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും ആ ബുക്ക് എടുത്തോണ്ട് വരണമെന്ന് അവർ പ്ലാൻ ചെയ്യുവാണ്. ഇതേ സമയം നായകനും നായികയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ ഡാനിയും ബില്ലിയും അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് നായകനോട് പറയുന്നത്, ആ മന്ത്രവാദിനികൾ ഈ ബുക്ക് ഉപയോഗിച്ചല്ലേ ബില്ലിയെ ഒരു പൂച്ചയാക്കി മാറ്റിയത്. അപ്പോൾ അവനെ വീണ്ടും മനുഷ്യനാക്കി മാറ്റാനുള്ള വഴിയും ഈ ബുക്കിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അത് കേട്ടതും നായകൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ ബുക്ക് തുറന്നു. എന്നാൽ അവർ ആ ബുക്ക് തുറന്നതും ബുക്കിൽ നിന്ന് എന്തോ ഒരു എനർജി നേരെ ആകാശത്തേക്ക് പോയി. ഇത് ദൂരെ നിന്നുകൊണ്ട് ആ മന്ത്രവാദിനികൾ കാണുന്നുണ്ടായിരുന്നു. ബുക്ക് ഇരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി നമുക്കത് എടുക്കാമെന്നും പറഞ്ഞ് 3 പേരും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം അവർ ആ ബുക്ക് വായിച്ച് നോക്കുമ്പോഴാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്, ഉപ്പ് വെച്ച് വട്ടം വരച്ച് വെച്ചാൽ അതിനകത്തേക്കൊരു ദുഷ്ടശക്തികൾക്കും വരാൻ പറ്റില്ലെന്ന്. പെട്ടെന്നാണ് ബില്ലി അങ്ങോട്ടേക്ക് ചാടി വന്ന് ബുക്ക് അടയ്ക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ബുക്ക് തുറക്കരുതെന്ന്, ഇനി മേലാൽ നിങ്ങളിത് തുറക്കാൻ പാടില്ല. എന്നാൽ അപ്പോഴേക്കും ആ 3 മന്ത്രവാദിനികളും നായകന്റെ വീട്ടിനകത്തേക്ക് എത്തിയിരുന്നു. ഇതേ സമയം നായകനും നായികയും കൂടി കിച്ചണിൽ ഉപ്പെടുക്കാനായി പോകുമ്പോഴാണ് മുകളിലത്തെ മുറിയിൽ നിന്ന് എന്തൊരു സൗണ്ട് കേൾക്കുന്നത്. 2 പേരും കൂടി ഓടിച്ചത് നോക്കിയപ്പോഴാ 3 മന്ത്രവാദിനികൾ ആനിയെ പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു.
അത് മാത്രവുമല്ല ആ മാന്ത്രിക ബുക്കും അവർ സ്വന്തമാക്കി. ഇത് കണ്ട നായിക ആ ഉപ്പെടുത്ത് അവൾക്ക് ചുറ്റും വാരി വിതറി. അപ്പോഴാണ് വിനീഫ്രെഡ് പറയുന്നത്, നേരം വെളുക്കാൻ ഇനി അധിക സമയം ബാക്കിയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് എത്തണമെന്നും പറഞ്ഞ് ഡാനിയും പിടിച്ചുകൊണ്ട് അവരവിടുന്ന് പറന്നുപോയി. മറ്റു രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോയെങ്കിലും സാറ നേരെ സിറ്റിയിലേക്ക് പറന്നുപോയി. അവൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടി ഏത് കുട്ടികളെ മയക്കി എടുത്തോണ്ട് പോകാൻ ഇവളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഇവളുടെ പാട്ട് കേട്ട് കഴിഞ്ഞതും സിറ്റിയിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും മയങ്ങി നേരെ മന്ത്രവാദിനികളുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതേ സമയം നായകന് നായിക നോക്കിയപ്പെടുത്ത കുട്ടികളെല്ലാവരും ആ മന്ത്രവാദികളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഈ കുട്ടികളെല്ലാം അവർ വശീകരിച്ചുകൊണ്ട് പോകുകയാണെന്ന് നായകന് മനസ്സിലായി. അപ്പോഴാണ് നായിക പറയുന്നത്, അവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നേരെ വെളുക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കണമെന്ന്. അതിനർത്ഥം സൂര്യ വെളിച്ചം തട്ടിയാൽ അവർ മരിച്ചു പോകുമെന്നല്ലേ. എങ്ങനെയെങ്കിലും പോയി നമുക്കിത് തടഞ്ഞേ പറ്റൂ. ഇതേ സമയം അവിടെ 3 പേരും കൂടി ആ മാന്ത്രിക ബുക്ക് ഉപയോഗിച്ച് പോർഷൻ ഉണ്ടാക്കി അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഡാനിയെ കുടിപ്പിക്കാൻ പോകുകയാണ്. കറക്റ്റ് സമയത്ത് നായകൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, എനിക്കറിയാം സൂര്യ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, നിങ്ങൾക്കിനി അധികകാലം ആയുസില്ല. പെട്ടെന്നാണ് സൂര്യ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് അടിക്കുന്നത്. അത് കണ്ടതും 3 മന്ത്രവാദികളും പേടിച്ച് അലറിക്കരയാൻ തുടങ്ങി. ആ ഒരു സമയം നോക്കി നായകൻ ഡാനിയുടെ കെട്ടഴിച്ച് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാനായി നോക്കുമ്പോഴാണ് കൂട്ടിൽ കിടക്കുന്ന രണ്ടാമന്മാർ പറയുന്നത്, എടാ ഞങ്ങളെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഇത് കേട്ട നായകൻ അവന്റെ ഷൂ ഊരിയെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ഷൂ അല്ല, ഇത് ഞാൻ എടുക്കുക. എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക പോർഷൻ ചവിട്ടി തെറിപ്പിച്ചു. എന്നിട്ട് ഡാനിയും കൊണ്ട് അവൻ നേരെ പുറത്തേക്ക് എത്തി. എന്നാൽ സത്യത്തിൽ അത് സൂര്യൻ ഉദിച്ചതൊന്നുമല്ലായിരുന്നു. നായിക വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ റെഡ് കളർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന്റെ ലൈറ്റാണ് അകത്തേക്ക് അടിച്ചത്. അങ്ങനെ 3 പേരും ആ കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടുപോയി. എന്നാൽ ഇവിടെ മന്ത്രവാദിനികൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൻ അവരെ ശരിക്കും പറ്റിച്ചതാണെന്ന്. 3 പേരും എഴുന്നേറ്റ് പോയി നോക്കിപ്പിടുത്ത ആ മാന്ത്രിക പോർഷനുള്ള പാത്രത്തിൽ വളരെ കുറച്ച് അതിൽ ബാക്കിയുണ്ടായിരുന്നു. അവരതെടുത്ത് വേറെ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചു. അപ്പോഴേക്കും സിറ്റിയിലെ കുട്ടികളെല്ലാവരും അവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇത് കണ്ടതും വിനിഫ്രെഡ് പറഞ്ഞു, ഈ കുട്ടികളെ ആരെയും എനിക്ക് വേണ്ട, ഞാൻ മരിച്ചാലും ശരി ആ കുട്ടിയെ ഞാൻ കൊന്നിരിക്കുമെന്നും പറഞ്ഞ് നായകന്റെ അനിയത്തിയെ ഡാനിയെ പിടിക്കാനായി പോകുവാണ്. ഇതേ സമയം നായകനും ടീമും കൂടി നേരെ സെമിത്തേരിയിലെത്തി. കാരണം ആ മന്ത്രവാദിനികൾക്ക് ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ലല്ലോ. എന്നാൽ അവർ അകത്തേക്ക് കയറിയപ്പോഴാണ് ആ ശവം അവരെ പിടിക്കാനായി വരുന്നത്. ഇത് കണ്ട നായകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി പുറത്തെടുത്തു. അപ്പോഴാണ് വിനിഫ്രെഡ് അങ്ങോട്ടേക്ക് പറന്നു വന്നിട്ട് ആ ശവത്തിനോട് പറയുന്നത്, ഇവനെ കൊന്നുകളാ, എന്നിട്ട് ഇവന്റെ അനിയത്തെ പിടിച്ച് എനിക്ക് കൊണ്ടുത്താ. എന്നാൽ ആ ശവം നായകന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങിയിട്ട് അതിന്റെ ചുണ്ടിൽ തച്ചു വെച്ചിരുന്ന നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പറഞ്ഞു, നിന്നെ സ്നേഹിച്ച എന്നെ പറഞ്ഞാ മതി. നിന്നെ പോലെ ഒരു ദുഷ്ടയായ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഒരു വാക്ക് പറയാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ 400 വർഷമായി ഞാൻ കാത്തിരിക്കുന്നത്. നീ പറയുന്നത് എല്ലാം കേൾക്കാൻ ഞാനാരാ, നിന്റെ അടിമയോ? ഇനി ഒരിക്കലും നീ പറയുന്നത് ഞാൻ കേൾക്കില്ല. എങ്ങനെയും നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് ആ ശവം നായകന്റെ ടീമിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നായകൻ ഡാനിയെ വിളിച്ചോണ്ട് പോയി കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് ആ കുഴിക്ക് ചുറ്റും ഉപ്പ് വാരിയിട്ടു. അപ്പോഴേക്കും ആ 3 മന്ത്രവാദിനികളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങനെ നായകന്റെ ടീമും ആ മന്ത്രവാദികളുടെ ടീമും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുവാണ്. അപ്പോഴാണ് ആ ഫൈറ്റിനിടയിൽ ആ ശവത്തിന്റെ തല ഊരി പോകുന്നത്. ഇത് കണ്ട ഡാനി ആ കുഴിയിൽ നിന്ന് കയറി ചെന്ന് ആ ശവത്തിന്റെ തല തിരിച്ചു കൊടുത്ത് അതിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് വിനി അങ്ങോട്ടേക്ക് വന്ന് ഡാനിയെ അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നത്. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന അവസാന കുപ്പി പോർഷൻ ഡാനിയെ അവൾ കുടിപ്പിക്കാൻ നോക്കുവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ബില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ അനിയത്തെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇവളെ ഉറപ്പായും രക്ഷിക്കുമെന്നും പറഞ്ഞ് ഒരു മരത്തിന് മുകളിലേക്ക് ചാടിക്കയറി വിനിയുടെ കയ്യിലുണ്ടായിരുന്ന ആ പോർഷൻ തള്ളി താഴേക്കിട്ടു. താഴെ വീണ പോർഷൻ നായകൻ ക്യാച്ച് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടത് ആത്മാവല്ലേ, എന്റെ ആത്മാവ് എടുത്തോ, പകരം എന്റെ അനിയത്തെ വെറുതെ വിട്. അതും പറഞ്ഞ് ഒന്നും ചിന്തിക്കാതെ അവൻ ആ പോർഷൻ കുടിച്ചു. നിന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നേരം വെളുക്കാൻ ഇനി അധിക സമയമില്ല. എന്റെ അനിയത്തെ നീ വെറുതെ വിട്ടിട്ട് എന്റെ ആത്മാവിനെ നീ എടുത്തോ. ഇത് കേട്ട വിനി വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡാനിയെ താഴേക്ക് വിട്ടിട്ട് നായകനെ പിടിച്ചോണ്ട് അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങി. അപ്പോഴേക്കും നായകൻ കുടിച്ച പോർഷൻ വർക്കാകാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പതിയെ പുറത്തേക്ക് വരുവാണ്. അപ്പോഴാണ് നായകന് ഒരു ഐഡിയ തോന്നുന്നത്. പെട്ടെന്ന് അവൻ വിനി പറക്കുന്ന ആ ചൂലിൽ പിടിച്ച് ഒന്ന് കുലുക്കിയതും ബാലൻസ് കിട്ടാതെ വിനി നായകനും കൂടി നേരെ താഴേക്ക് വീണു. താഴെ വീണ വിനിഫ്രെഡ് ആകെ ദേഷ്യപ്പെട്ട് നായകനെ പിടിച്ചിട്ട് അവന്റെ ആത്മാവ് വലിച്ചെടുക്കാൻ നോക്കുവാണ്. എന്നാൽ ഈ മന്ത്രവാദിനികൾ ഈ സെമിത്തേരിയിൽ കാലുവെച്ചാൽ അവരൊരു കല്ലായി മാറില്ലേ. അതുകൊണ്ട് തന്നെ വിനിഫ്രെഡ് പെട്ടെന്ന് ഒരു കല്ലായി മാറി. കറക്റ്റ് സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യപ്രകാശം മേരിയുടെ സാറയുടെ ദേഹത്തടിച്ചതും രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ച് വെറും ഒരു ചാരമായി മാറി. എന്നിട്ട് സൂര്യപ്രകാശം കല്ലായി മാറിയ വിനിഫ്രെഡിന്റെ ദേഹത്തടിച്ചതും ആ കല്ല് മൊത്തത്തിൽ പൊട്ടിച്ചിതറി ഇല്ലാതായി. മന്ത്രവാദിനികൾ മരിച്ചത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ ശാപവും അതോടെ അവസാനിച്ചു. അപ്പോഴാണ് ഡാനി അങ്ങോട്ടേക്ക് ഒന്ന് പറയുന്നത്, നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ നീ തയ്യാറാകുമല്ലേ. അപ്പോഴാണ് ആ ശവം എന്ന് പറയുന്നത്, എല്ലാ പ്രശ്നവും സോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ പോയി റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് നേരെ അതിന്റെ കുഴിയിൽ പോയി കിടന്നത്. ബില്ലി അവിടെ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട ഡാനിക്ക്
സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ബില്ലിയുടെ ആത്മാവായിരുന്നു. എന്റെ ആത്മാവ് ഇപ്പോൾ ഫ്രീ ആയി. എനിക്കിനി സമാധാനമായി എന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോകാം. ബില്ലിയുടെ യഥാർത്ഥ രൂപം കണ്ടതും ഡാനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോഴാണ് ബില്ലിയുടെ പേരും വിളിച്ചുകൊണ്ട് അവന്റെ അനിയത്തിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ അനിയത്തി വന്നു കഴിഞ്ഞു, എനിക്ക് പോകാൻ സമയമായി. എന്നെ സഹായിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതും പറഞ്ഞ് ആ രണ്ടാത്മാക്കളും അവർക്ക് ബായൊക്കെ പറഞ്ഞ് അവിടുന്ന് മാഞ്ഞുപോയി. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. ഈ സിനിമയ്ക്ക് ഇനി ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഈ സാൻഡർസൺ സിസ്റ്റേഴ്സിന്റെ കുട്ടിക്കാലവും അവർക്ക് എങ്ങനെയാണ് ഇത്രയും പവർ കിട്ടിയത് എന്നൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവര് പാർട്ട് 2 എന്ന് കമന്റ് ഇടുക.